ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് നൈനിക്കയിൽ വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോഫ്റ്റ് ചന്തേരി സിൽക്ക് സാരീസാണ്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. നല്ല ഭംഗിയുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് വരുന്ന സാരീസാണ് കേട്ടോ. ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ്. അപ്പോൾ നമ്മൾ സാധാരണ കൊണ്ടുവരുന്ന ജയ്പൂർ ചന്തേരി സിൽക്ക് കോട്ടൺ സാരി പോലെയല്ല, ഇത് ഇത്രയും കൂടെ സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് ഈ ഒരു ടൈപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചന്തേരി ബനാറസി സാരീസ് ഉണ്ടല്ലോ, ആ ഒരു ഫാബ്രിക് പോലെ നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇങ്ങനെ വരിക. പിന്നെ ഇത് പ്യുവർലി ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സാരീസാണ്. ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ്. ഇതേപോലെയാണ് കേട്ടോ ആ ഒരു ബ്ലോക്ക് പ്രിൻറ്റ് പാറ്റേൺ വരുന്നത്. അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞ് ഇങ്ങനെ കളർ സ്മഡ്ജസ് ഇംപെർഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവും. ബട്ട് ഇത് പ്രീമിയം ചന്തേരി സിൽക്ക് സാരീസാണ് കേട്ടോ. സിൽക്ക് കോട്ടൺ ആണ് ഇതിൻ്റെ ബേസ് വരിക. ഇതേപോലെയാണ് ഇതിൻ്റെ പല്ലു വരിക. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൾട്ടിപ്പിൾ കളേഴ്സിലാണ് വരുന്നത്. ബ്ലൗസ് വരുന്നത് ഇതേപോലെയാട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിൻറ്റ് പാറ്റേൺ ആണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട്, ഭയങ്കര സോഫ്റ്റാണ്, കംഫർട്ടബിളാണ്. കണ്ടോ, ഒട്ടും സ്റ്റാർച്ചില്ലാത്ത ഭയങ്കര സുഖമായിട്ട് ഉടുക്കാൻ പറ്റുന്ന സാരിയാണ്. മാത്രമല്ല ഉടുക്കാനുള്ളൊരു സുഖം, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒട്ടും ചൂടെടുക്കില്ല, അത്രയും കംഫർട്ടബിളാണ്. ഏത് ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രീമിയം ചന്തേരി സിൽക്ക് സാരീസാണ്. ഇതേപോലെ കേട്ടോ. നമ്പർ 1 ആണ്. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കൂട്ടിയെടുക്കുക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2960 ആണ്. ഇന്ന് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ മാത്രം ഓഫറാണ്. വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. ഇതെല്ലാം ലിമിറ്റഡ് സ്റ്റോക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വേണമെന്നുള്ളവർ എത്രയും പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത സാരി കാണാം കേട്ടോ. ഇങ്ങനെയാണ് പല്ലു. ബ്ലൗസ് ഇതേപോലെ ആ ഒരു സ്ലീവ്സിലായിട്ട് ഈ ചന്തേരി സിൽക്കിൽ വരുന്ന പോലത്തെ ഈ ഒരു സെറി ബോർഡർ വരും. കണ്ടോ, ഭയങ്കര സട്ടിലായിട്ടുള്ള ഒരു സ്പെഷ്യൽ കളറാണ് കേട്ടോ. ഇത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത സാരി. അടുത്തത് ആ ഒരു സെയിം പാറ്റേണിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണ്. ഇതേപോലെ കേട്ടോ, ഒരു എന്താ പറയുക, ഒരു വൈൻ മെറൂൺ ഒനിയൻ ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡിലാണ് വരുന്നത്. ഇതേപോലെ സോഫ്റ്റ് ചന്തേരിയാണ്. സാരി ഉടുത്ത് വരുമ്പോൾ ഇതേപോലെ ഉണ്ടാവും, ഭയങ്കര സോഫ്റ്റാണ്. ബോർഡേഴ്സ് ഇതേപോലെ വരും കേട്ടോ. ബോർഡേഴ്സിൽ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത്. കണ്ടോ, നല്ല ബ്രോഡായിട്ടുള്ള ഒരു ഡിസൈനർ പാറ്റേൺ ആയിട്ടാണ് ബോർഡേഴ്സ് വരുന്നത്. പല്ലു ദാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ബ്ലൗസ് വരുന്നത് ഇതേപോലെ. കണ്ടോ, ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. നേരത്തെ കണ്ട പോലെ തന്നെ ഇതിൻ്റെ കളറിന് മാച്ചായിട്ടുള്ള ഒരു ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വരുന്നത്. ഒരു പ്രിൻറ്റഡ് ബ്ലൗസ് പീസാണ്. റേറ്റ് സെയിം ആണ്. ഈ വീഡിയോയിലുള്ള എല്ലാ സാരീസിനും സെയിം പ്രൈസാണ്. 2960 ഫ്രീ ഷിപ്പിംഗ്. അടുത്തത് അതിൻ്റെ കളർ ചേഞ്ച് ആണ്. നമ്പർ 3 ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്ലൂ ആണ് കേട്ടോ. ഇത് വീഡിയോയിൽ കാണുമ്പോൾ നേരിയ ഒരു കളർ ഡിഫറൻസ് ഉണ്ടാവും. ഒരുപാട് ബ്രൈറ്റ് അല്ല, ഒരു ടീൽ ബ്ലൂ അങ്ങനത്തെ ഒക്കെ ഒരു ഷെയ്ഡാണ്. ഈ സാരീസിൻ്റെ പ്രത്യേകത ഭയങ്കര തിളക്കോ മിനുക്കോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഒരു ക്ലാസ് എലഗൻ ലുക്കായിരിക്കും കേട്ടോ. ഇങ്ങനെയാണ് പല്ലു വരുന്നത്. കണ്ടോ, ബോർഡേഴ്സിൽ ഇതേപോലെ ആ ഒരു സെൽഫ് കളറിൽ തന്നെ ആയിട്ടാണ് പ്രിൻ്റ് വരുന്നത് കേട്ടോ. പ്യുവർ സോഫ്റ്റ് ചന്തേരി ആയിട്ടാണ് വരുന്നത്. ബ്ലൗസ് ദാ ഇതേപോലെ ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൽ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള സാരീസ് കുറേ പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാ ഇതേപോലെ സാരി വരുന്നത് കേട്ടോ. റേറ്റ് സെയിം ആണ്, 2960. അടുത്തത് ദാ ഇതേപോലെ ഒരു ജാമുൻ കളറാണ് വരുന്നത്. കണ്ടോ, മുന്തിരി കളറ്, ജാമുൻ കളറ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു കളറാണ് കേട്ടോ. എല്ലാം ഇതിൻ്റെ കളർ ഷെയ്ഡ്സാണ്, ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സാണ് ഇതേപോലെ വരിക. അപ്പോൾ ഈ മെറ്റീരിയലാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഉടുക്കാനുള്ളൊരു സുഖവും പിന്നെ സിമ്പിൾ എലഗൻറ്റ് സ്റ്റാൻഡേർഡ് ലുക്ക് ഇങ്ങനെയാണ് വരിക. പ്യുവർ സോഫ്റ്റ് ചന്തേരി. ഇങ്ങനെയാണ് പല്ലു വരിക.
ബ്ലൗസ് വരുന്നത് ഇതേപോലെ പ്രിൻറ്റഡ്. ഈ ഒരു പ്ലെയിൻ സാരി ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പ്രിൻറ്റഡ് ബ്ലൗസ് നല്ല ഭംഗിയുണ്ടായിരിക്കും. അഥവാ നിങ്ങൾക്ക് പ്രിൻറ്റഡ് ബ്ലൗസ് വേണ്ടെങ്കിൽ ഇതിൻ്റെ സെൽഫ് കളർ തന്നെ നല്ല സോഫ്റ്റ് മെറ്റീരിയലിൻ്റെ ബ്ലൗസൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇതേപോലെയാണ് ബോർഡേഴ്സിൽ ആ പാറ്റേൺ വന്നിട്ടുള്ളത് കേട്ടോ. റേറ്റ് സെയിം. കണ്ടോ, അടുത്തത് ഒരു ഗ്രീൻ, ഒരു സ്പെഷ്യൽ ഗ്രീനാണ് കേട്ടോ. ഈ ഒരു മെറ്റീരിയലിൽ വരുന്നതുകൊണ്ട് തന്നെ ഈ കളേഴ്സിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ സാധാരണ മെറ്റീരിയലിൽ കാണുന്ന ഒരു ഷെയ്ഡ്സ് അല്ല, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ ആണെങ്കിലും ഒരു സ്പെഷ്യൽ ഗ്രീൻ. എടുത്ത് വരുമ്പോൾ ഇതേപോലെ ഉണ്ടാവും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി, സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. കുഞ്ഞു കുഞ്ഞ് ബ്ലോക്ക് പ്രിൻറ്റ്. പല്ലു ഇങ്ങനെയാണ് വരുന്നത്. ബ്ലൗസ് വരുന്നത് ഇതേപോലെ കേട്ടോ, ആ ഒരു പ്രിൻറ്റഡ് ഫാബ്രിക്. സാരി ഉടുത്ത് വരുമ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലുക്കാണ്. റേറ്റ് വരുന്നത് സെയിം ആണ്, 2960. അടുത്തത് ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോൻ്റെ ഒരു ലൈറ്റ് ഒരു ഷെയ്ഡിലാണ് വരുന്നത്. ഇതേപോലെ കേട്ടോ. ഇത് വേറെ ഡിസൈൻ മാറിയിട്ടുണ്ട്. ഇതേപോലെ വരുന്നത് ബോഡിയിൽ അവിടെ ഇവിടെയായിട്ട് ഉള്ള ഒരു പ്രിൻറ്റ് പാറ്റേൺ ആണ്, ഒരു ബ്ലോക്ക് പ്രിൻറ്റ് പാറ്റേൺ. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നല്ല രസമാണ്. ഉടുത്ത് വരുമ്പോൾ ഇതേപോലെ കേട്ടോ, ഒരു തിന്നായിട്ടുള്ള കുഞ്ഞൊരു സെറി ബോർഡർ. മെറ്റീരിയൽ എല്ലാത്തിൻ്റെയും സെയിം ആണ്, പ്യുവർ ചന്ദേരി സിൽക്ക് കോട്ടൺ മെറ്റീരിയലാണ്. ഇതേപോലെ പല്ലു വരുന്നത്, റണ്ണിങ് ആയിട്ട് തന്നെ പല്ലു വരിക, എൻ പോർഷനിൽ ഇതേപോലെ ആയിട്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇതേപോലെ ഒരു അജ്രക് പ്രിൻറ്റ് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. നല്ലൊരു കളർ കോമ്പിനേഷനിലാണ്. പിന്നെ ഇതേപോലെ ഇതിൻ്റെ സൈഡ് ഇങ്ങനെ അവർ ഓരോ ബ്ലൗസിനായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത്ര പെർഫെക്ഷൻ ഉണ്ടാവില്ല, അത് കട്ട് ചെയ്തു പോകുന്ന ഏരിയ ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇനി അടുത്ത സാരി. അടുത്തത് നമ്മൾ ഫസ്റ്റ് കാണിച്ച ഡിസൈനിൻ്റെ പോലെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സാണ് വരുന്നത്. പാറ്റേൺ സെയിം. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. പല്ലു ഇതേപോലെ ആൻഡ് ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാട്ടോ. അതും ഒരു അജ്രക് പ്രിൻറ്റ് പാറ്റേണിലാണ് വരുന്നത്. നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന പാറ്റേണിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. അടുത്തത് സാരി നമ്പർ 8 ആണ്. പല്ലു ഇതേപോലെ, ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഈ ബ്ലൂ പിങ്ക് ഒക്കെ നമുക്ക് വീഡിയോയിൽ കാണുമോ നേരിട്ട് കാണുമോ ഒത്തിരി കളർ ഡിഫറൻസ് ഉണ്ടാവും. അതൊരു കളറിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ടീൽ ബ്ലൂ പോലത്തെ ഒരു കളറാണ്. അടുത്തത് നമ്പർ 9 ആണ്. നമ്മൾ ഫസ്റ്റ് ഡിസൈനിൽ കാണിച്ച അതേ കളേഴ്സാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രിൻറ്റ് പാറ്റേൺ മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കേട്ടോ. ഇങ്ങനെയാണ് സാരി വരുന്നത്. സോഫ്റ്റാണ്, വളരെ സോഫ്റ്റാണ്. കണ്ടോ, ഭയങ്കര സ്മൂത്ത് ഫാബ്രിക്കാണ്. പല്ലു ഇതേപോലെ, ബ്ലൗസ് ഇതേപോലെ കേട്ടോ. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കൂട്ടി തന്നെ എടുക്കുക കേട്ടോ. കണ്ടോ, ഭയങ്കര ക്യൂട്ട് എലഗൻ്റ് ആയിട്ടുള്ള സാരിയാണ്. റേറ്റ് 2960, ഫ്രീ ഷിപ്പിംഗ്. അടുത്തത് സാരി നമ്പർ 10. ഇതിലൊക്കെ ബോഡിയിൽ അവിടെ ഇവിടെ ആയിട്ട് ലൈറ്റായിട്ടുള്ളൊരു പ്രിൻറ്റ് പാറ്റേൺ ഉണ്ട് കേട്ടോ. എപ്പോഴും പറയുന്നത് പോലെ ഹാൻഡ് മെയ്ഡ് സാരിയാണ്, അതുകൊണ്ട് ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും. പ്രിൻറ്റും കളറൊന്നും ഈവൺ ആയിരിക്കണം എന്നില്ല. എല്ലാം മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. ഒരുപാട് ഇങ്ങനെ എടുത്ത് നിൽക്കണ പ്രിൻസ് ആയിരിക്കില്ല, ഒരു സട്ടിലായിട്ടുള്ള സംഭവമായിരിക്കും. അതാണ് ഈ സാരീസിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യൂ കേട്ടോ. പല്ലു ഇങ്ങനെ വരും, ബ്ലൗസ് ഇതേപോലെ കേട്ടോ. ബ്ലൗസ് എക്സ്ട്രാ നമുക്ക് ഇതിൻ്റെ കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സാരിയുടെ ഫാബ്രിക്കായിട്ടൊരു ചെറിയ ഡിഫറൻസ് ഉണ്ട് ബ്ലൗസിൻ്റെ മെറ്റീരിയൽ കേട്ടോ. ഇങ്ങനെയാണ് സാരി വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി.
ഇത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ഇതേപോലത്തെ കണ്ടോ, സ്മോൾ ഫ്ലോറൽ പാറ്റേൺ. ഒരു കുഞ്ഞ് എന്താ പറയുക, കുഞ്ഞു കുഞ്ഞ് ഫ്ലോറലാണ്. നല്ല ഭംഗിയാണ്. പേസ്റ്റൽ ഷെയ്ഡ്സിൽ തന്നെയായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. കണ്ടോ, ഇത് പല്ലു റണ്ണിങ് ആയി തന്നെ വരുന്നത്. എൻ പോർഷനിലായിട്ട് ഇതേപോലെ ഒരു ആൻറ്റിക് സെറി പോലെയാണ് വന്നിട്ടുള്ളത്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെയുണ്ടോ. ഇതിൻ്റെ കളർ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അതേപോലത്തെ ഒരു കളറാണ്. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഉടുത്ത് വരുമ്പോൾ ഇതേപോലെ ഉണ്ടാവും. ഫുൾ കുഞ്ഞ് ഫ്ലോറൽ പാറ്റേൺ, ബോർഡേഴ്സ് ഇതേപോലെ. ഇതും ഫാബ്രിക് എല്ലാത്തിൻ്റെയും സെയിം ആണ്. ഭയങ്കര സോഫ്റ്റാണ്. നല്ലൊരു എലഗൻറ്റ് പീസാണ് കേട്ടോ. എല്ലാ സാരിയും നമ്മൾ കോമൺ ആയിട്ട് എപ്പോഴും കൊണ്ടുവരുന്ന ആ ഒരു ചന്തേരി സിൽക്ക് കോട്ടൺ അല്ല. ഇത് ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ ബ്ലൗസ് കണ്ടോ, ഇങ്ങനെ വെച്ച് ഇവിടെ അടിച്ചിട്ടുള്ളതാണ് കേട്ടോ. സെപ്പറേറ്റ് ഇതാ കണ്ടോ ബ്ലൗസ്. ആ ഒരു ബ്ലോക്ക് പ്രിൻറ്റ് പാറ്റേൺ രീതിയിൽ ഇതേപോലെ ബ്ലൗസ് വരിക. കണ്ടോ, നല്ല ഭംഗിയാട്ടോ. ഇനി അതേപോലത്തെ വേണ്ടെങ്കിൽ ഇതിൻ്റെ ബോർഡറിൻ്റെ കളറോ ഇതിലുള്ള ഒരു ഫ്ലോറലിൻ്റെ കളറൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലെയിൻ ബ്ലൗസിൻ്റെ കൂടെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം. ഇതിൻ്റെ ബോർഡേഴ്സിൽ ആ ഒരു ബ്ലോക്ക് പ്രിൻറ്റ് പാറ്റേൺ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. റേറ്റ് വരുന്നത് 2960, ഫ്രീ ഷിപ്പിംഗ്. ഈ വീഡിയോയിലുള്ള എല്ലാ സാരീസിനും ഇന്ന് സെയിം പ്രൈസാണ്. ഇന്ന് ഫ്രീ ഷിപ്പിങ്ങുമാണ് കേട്ടോ. അടുത്തത് നമ്പർ 12 ആണ്. അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇതേപോലെ വരുന്നത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. സെയിം ഡിസൈൻ, കളർ ചേഞ്ച്. 1 ലെയറിൽ എടുക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാവും കേട്ടോ. ഭയങ്കര ലൈറ്റാണേ. ഉടുത്താൽ നമുക്ക് ഉടുത്തുന്നേ തോന്നില്ല, അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. കണ്ടോ, ബോർഡേഴ്സ് ഇങ്ങനെ വരും കേട്ടോ. ഒരു ലൈറ്റ് ഒരു ബ്ലൂയിഷ് കളറാണ് ഇങ്ങനെയാണ് വരിക. പല്ലൂല് ഇതേപോലെ ഉണ്ടാവും. റണ്ണിങ് ആയിട്ട് വന്നിട്ട് എൻ പോർഷനിൽ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ആ ഒരു ചന്ദേരി ബനാറസി വരാറില്ലേ, അതിൻ്റെ ആ ഒരു സെയിം ഫാബ്രിക്കാണ്. ഇതേപോലെ ബ്ലോക്ക് പ്രിൻറ്റ് പാറ്റേണിലാണ് ബ്ലൗസ് വരുന്നത്. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നും ആകെ ഇങ്ങനെ സ്മഡ്ജായിട്ടിരിക്കണ പോലെ. ഇത് അതിൻ്റെ പാറ്റേൺ ആണ്. ഇത് ബ്ലൗസായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു സാരീൻ്റെ കൂടെ വെയർ ചെയ്ത് വരുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഭംഗി അറിയുക കേട്ടോ. നമ്പർ കൂട്ടി സ്ക്രീൻഷോട്ട് എടുക്കണേ, അല്ലെങ്കിൽ അവൈലബിലിറ്റി പറയാനായിട്ട് ബുദ്ധിമുട്ടാവും. ഇന്ന് ലേറ്റ് ആയിട്ടുണ്ട് വീഡിയോ എടുക്കാൻ, അതാണ് വേഗം പറഞ്ഞു പോകുന്നത് കേട്ടോ. അടുത്തത് അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇതേപോലെ വരുന്നത്. നമ്പർ 13. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഭയങ്കര സോഫ്റ്റായിട്ടുള്ള ഫാബ്രിക്കാണ്. അത് പറയാതിരിക്കാൻ വയ്യ, അത്രയും സോഫ്റ്റാണ്. പല്ലു ഇതേപോലെ വരിക. ഇനി ബ്ലൗസ് വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ച അതേ പാറ്റേൺ, കളർ ചേഞ്ച് ഉണ്ടെന്ന് മാത്രം. അപ്പോൾ സാരിയും ബ്ലൗസായിട്ട് വെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇനി നിങ്ങൾക്ക് അതല്ല പ്ലെയിൻ ബ്ലൗസ് വേണമെങ്കിൽ ഈ ബോർഡേഴ്സിൻ്റെ കളറ് പ്ലെയിൻ ബ്ലൗസിൻ്റെ കൂടെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം. നല്ലൊരു മാലയും സ്റ്റഡൊക്കെ ഇട്ട് കൊടുത്ത് അടിപൊളിയായിരിക്കും. റേറ്റ് സെയിം ആണ്, 2960, ഫ്രീ ഷിപ്പിംഗ്. അടുത്തത് നമ്പർ 14. നല്ലൊരു ഗ്രീനാണ് കേട്ടോ. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് സാരി വരുന്നത്. നല്ലൊരു ലൈറ്റ് ഗ്രീനാണ്. ബോർഡേഴ്സും ആ ഒരു കുഞ്ഞു ഫ്ലോറൽ പാറ്റേണും വരുന്നത്. ഇതൊക്കെ ഇങ്ങനെ കുഞ്ഞൊരു പാറ്റേൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തിരി മണ്ണുള്ളവർക്കാണെങ്കിലും ഇല്ലാത്തവർക്കൊക്കെ ആണെങ്കിലും ഒരേപോലെ ഭംഗിയായിരിക്കും കേട്ടോ. ബ്ലൗസ് ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ. സാരി നമ്പർ 14 ഉടുത്ത് വരുമ്പോൾ ഇതേപോലെ ഉണ്ടാവും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. റേറ്റ് സെയിം, 2960. അടുത്തത് ഡിസൈൻ മാറിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കളറാണ്. ഒരു കാഷിഷ് കളർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു കളറാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഒരു സ്പെഷ്യൽ ബ്രൗൺ ഷെയ്ഡാണ് കണ്ടോ. ഇത് നമുക്ക് കിട്ടിയപ്പോൾ വേഗം കൊണ്ടുവന്നതാണ്. കാരണം ഇത് എപ്പോഴും കിട്ടുന്ന ഒരു ഫാബ്രിക് അല്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ നാൾക്ക് ശേഷമാണ് ഇത് വന്നിട്ടുള്ളത്. പക്ഷെ വൺസ് ഈ സാരി ഉടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫാബ്രിക്കിൻ്റെ ഫാനായി മാറും.
ഇതേപോലെ കേട്ടോ സാരി. ഭയങ്കര ഒരു സട്ടിലായിട്ടുള്ളൊരു ഷെയ്ഡാണ്, പക്ഷേ ഭയങ്കര സ്റ്റാൻഡേർഡ് ലുക്കാണ് കേട്ടോ. ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ്. പല്ലു ഇതേപോലെ വരിക കേട്ടോ. ഇനി ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ചന്തേരി ബനാറസിയിലൊക്കെ വരില്ലേ, ആ ഒരു പാറ്റേണിൽ തന്നെയാണ്. ഇതേപോലത്തെ ഒരു ബ്ലോക്ക് പ്രിൻറ്റ് പാറ്റേൺ ആണ് കേട്ടോ. ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് ലുക്കുള്ള സാരി. എന്തായാലും ഇന്നത്തെ സെലക്ട് ചെയ്യാൻ ഇത്തിരി കൺഫ്യൂസിങ് ആയിരിക്കും, എന്നാലും വേഗം ലിമിറ്റഡ് സ്റ്റോക്കാണ്. വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ കേട്ടോ. റേറ്റ് സെയിം 2960. അടുത്തത് അതിൻ്റെ കളർ ഷെയ്ഡാണ്. ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിങ്ക് പർപ്പിൾ കോമ്പിനേഷനാണ്. നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഇതാ കണ്ടോ, ആ ഒരു സെയിം ഡിസൈനാണ് വരുന്നത്. എല്ലാ സാരിയും ഡബിൾ ലെയർ ആയിട്ടാണ് ഇടുന്നത് കേട്ടോ, കാരണം ആ ഒരു ഫോൾഡിങ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ടോ, ഇങ്ങനെയാണ് സാരി വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് കേട്ടോ. പല്ലു ഇങ്ങനെ വരും. ആൻഡ് ബ്ലൗസ് പീസ് വരുന്നത് കണ്ടോ ഇതേപോലെ. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെയുണ്ട്. റേറ്റ് 2960. അടുത്തത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ്. ഇതേപോലെ വരിക കേട്ടോ. നല്ലൊരു ഗ്രീൻ. അതിൻ്റെ ബോർഡേഴ്സ് ഇത്തിരിയും കൂടെ ഒരു ഡാർക്കായിട്ടുള്ള ഗ്രീനാണ് വരുന്നത്. സെയിം ഡിസൈനാണ്. ഇതാ കണ്ടോ, സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. നമ്പർ 17 ആണ് കേട്ടോ. ഞൊറിഞ്ഞെടുക്കുകയാണെങ്കിൽ ഇതേപോലെ ഉണ്ടാവും. പല്ലു വരുന്നത് ഇതേപോലെയാണ്. ആൻഡ് ബ്ലൗസ് വരുന്നത് ഇതാ കണ്ടോ ഇങ്ങനെയാണ് കേട്ടോ. ഇത് ബ്ലൗസ് ഇതിൻ്റെ കൂടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് ഇങ്ങോട്ട് എടുക്കാനുള്ളതാണ്, സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലായിടത്തും അതേപോലെ തന്നെയാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്, അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. ഓരോ മെറ്റീരിയലിനും അതിൻ്റേതായ വാല്യൂ ഉണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായത് ഏതാണെന്ന് വിചാരിച്ച് അങ്ങനെ സെലക്ട് ചെയ്യൂ കേട്ടോ. അടുത്തത് നമ്പർ 18 ആണ്. നല്ലൊരു എന്താ പറയുക, ആഷ് ഗ്രേ എന്നൊക്കെ പറയാം. ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡ്സാണ് എല്ലാം അതിൽ വന്നിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ ഉണ്ടാവും. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ബ്ലൗസ് ഇവിടെ വരുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഭംഗി അറിയുക. അതേപോലെ കറക്റ്റ് ഓർണമെൻറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വരുമ്പോഴാണ് ആ ഒരു സാരിയുടെ ഒരു എലഗൻസ് മനസ്സിലാവുക കേട്ടോ. പല്ലു ഇങ്ങനെയാണ് വരുന്നത്. ബ്ലൗസ് ഇതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. അപ്പോൾ ഈ ഒരു പാറ്റേണിലുള്ളത് കഴിഞ്ഞു. ഇനി ഒരു ഡിസൈനും കൂടി ഉണ്ട്, അതും കൂടെ കാണിക്കാം കേട്ടോ. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. റേറ്റ് സെയിം ആണ്. ഇത് നമ്പർ 19 ആണ്. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ആ ഒരു ചന്തേരി ബനാറസിയിൽ വരുന്ന ആ ഒരു പാറ്റേൺ ആണ് ബോഡിയിൽ വന്നിട്ടുള്ളത്. കുറേ പേർക്ക് ആ ഒരു ബനാറസി ബോർഡർ ഇല്ലാണ്ട് ഈ ഒരു മെറ്റീരിയൽ ഈ ഒരു പാറ്റേണിൽ സ്മോൾ ചന്തേരി ബോർഡേഴ്സായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ സാരീസ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. സാരി ഉടുത്ത് വരുമ്പോൾ ഇതേപോലെയുണ്ട്. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ. ബ്ലൂവിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സാണ്. ഇങ്ങനെയാണ് പല്ലു. ബ്ലൗസ് ഇങ്ങനെയാണ് കേട്ടോ. എല്ലാത്തിൻ്റെ ഇതേപോലെയാണ്. ഒരു ബ്ലോക്ക് പ്രിൻറ്റ് പാറ്റേൺ ആണ്. ഈ ഒരു രീതിക്ക് തന്നെയാണ് അത് വരിക. അത് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യണേ. കാരണം എല്ലാവർക്കും ഇതിൻ്റെ ആ ഒരു പ്രത്യേകതയൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തു പറയുന്നത് കേട്ടോ. അറിയണവർക്ക് അതറിയാം, അവർ കണ്ണു അടച്ച് വാങ്ങിക്കും. അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. ഇങ്ങനെയാണ് സാരി വരുന്നത്. ബ്യൂട്ടിഫുള്ളാണേ. ഉണ്ടോ, വള്ളേറിലിടാനും ഒക്കെ നല്ലതാണ്. ഇത് സീ ത്രൂ ഒന്നുമല്ല, വളരെ കംഫർട്ടബിൾ ആണ് ഇടാനും. അടുത്തത് നമ്പർ 20 ആണ്. ഇത് ബ്ലാക്ക് ആണോ കോഫി ബ്രൗൺ ആണോ എന്ന് തോന്നിക്കണ പോലത്തെ ഒരു കളറാണേ. ഇങ്ങനെയാണ് സാരി വരുന്നത്. നമ്പർ 20 ആണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഉടുത്ത് വരുമ്പോൾ. കണ്ടോ, നല്ലൊരു പാറ്റേൺ. ഇത് ഇതിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ. ഇതേപോലെ ഉണ്ടാവും. കണ്ടോ, ബ്ലോക്ക് പ്രിൻറ്റ്. പ്ലെയിൻ ബ്ലൗസിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യുക.
റേറ്റ് സെയിം ആണ് 2960. അടുത്തത് നമ്പർ 21 ആണ്. ഇതേപോലെ വരുന്നത്. ഇതൊരു സ്പെഷ്യൽ കളറാണ് കേട്ടോ. ഒരു ഗ്രീൻ ബ്ലൂ ഒക്കെ മിക്സ് ആയിട്ട് വരണ പോലത്തെ ഒരു കളറ്. അതാ പറഞ്ഞത്, ഒരുപാട് ഇങ്ങനെ കോമൺ കളേഴ്സും അല്ല, പാറ്റേണും അല്ല. ഇന്ന് ഫാബ്രിക് എക്സ്ട്രാ സോഫ്റ്റ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. പല്ലു ഇങ്ങനെ വരും. ബ്ലൗസ് വരുന്നത് ആ ഒരു സെയിം പാറ്റേൺ. നല്ല വശം നോക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇതേപോലെയാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ. ഞാൻ മുന്നേ കാണിച്ചത് ഇങ്ങനെ മറച്ച് കാണിച്ചോന്ന് അറിയില്ല കേട്ടോ. കുറേ ബ്ലൗസിൻ്റെ ഇതേപോലെയാണ് വരുന്നത്. പിന്നെ കുറേ പേർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല. വരുന്നവർക്ക് തന്നെ ലേറ്റ് ആയിട്ടാണ്, 2 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പം നല്ല ആക്റ്റീവായിട്ട് ചാനലിൽ മെസ്സേജും ലൈക്കും ഒക്കെ ഇട്ടിരുന്ന്, അതേപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഇരുന്നാലാണ് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണേ. ഇനി ഒരു കളറും കൂടി ഉണ്ട്, അതും കൂടെ കാണാം. അടുത്തത് സാരി നമ്പർ 22 ആണ്. നല്ലൊരു മെറൂണിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആയിട്ടാണ് വരുന്നത്. നമ്പർ 22 ആണ്. ഇതേപോലെയാണ് സാരി വരുന്നത്. പല്ലു ഇങ്ങനെ വരും കേട്ടോ. ബ്ലൗസ് പീസ് ഇതേപോലെ വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലോക്ക് പ്രിൻറ്റ് പാറ്റേൺ. സാരി ഉടുത്ത് വരുമ്പോൾ ഇതേപോലെ ഉണ്ടാവും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ്. റേറ്റ് വരുന്നത് സെയിം ആണ്, 2960. ഇന്ന് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ സാരീസ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണു. അപ്പോൾ ഇപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഫുള്ളായി കണ്ട് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുക. വീഡിയോയിൽ കാണുന്നതും നേരിട്ട് കാണുന്നതും തമ്മിൽ ഓരോരുത്തരുടെ മൊബൈലിൻ്റെ ക്ലാരിറ്റിയും ബ്രൈറ്റ്നസ്സും ക്വാളിറ്റിയും ഒക്കെ അനുസരിച്ച് നേരിയ ഡിഫറൻസ് ഉണ്ടാവും. അതും കൂടെ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. അതേപോലെ മെറ്റീരിയൽ എന്താണെന്നും ഈ സാരീസിൻ്റെ പ്രത്യേകത എന്താണെന്നും ഒക്കെ മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടുതൽ ഭംഗിയുള്ള സാരീസ് ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.